നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2025 ഡിസംബർ മാസം 15-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൂടി എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി ലഭിക്കുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലും നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നവംബർ മാസം 21 മുതൽ പ്രാബല്യത്തിൽ വന്ന പുതിയ തൊഴിൽ കോഡ് പ്രകാരം ജീവനക്കാരുടെ മൊത്തം ശമ്പളത്തിൻ്റെ കുറഞ്ഞത് 50% അടിസ്ഥാന വേതനമായിട്ട് നിശ്ചയിക്കണമെന്ന നിയമം നിലവിൽ വന്നതോടുകൂടി പുതിയതായിട്ട് ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് പ്രതിമാസം കയ്യിൽ കിട്ടുന്ന ശമ്പളം കുറയാൻ സാധ്യത. കൂടാതെ ഇത് കമ്പനികളുടെ ശമ്പള ചെലവിൽ 5 മുതൽ 10% വരെ വർധനവിന് ഇടയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ നിയമം അനുസരിച്ച് വേതനത്തിൻ്റെ നിർവചനത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ള ഘടകങ്ങൾ, ബത്തകൾ, വേരിയബിൾ പേ തുടങ്ങിയവ മൊത്തം വേതനത്തിൻ്റെ പകുതിയിലധികം വന്നാൽ അധികമുള്ള തുകയെ അടിസ്ഥാന വേതനത്തോട് കൂട്ടിച്ചേർക്കണമെന്ന് വിദഗ്ധർ പറയുന്നു. ഇതോടെ വേരിയബിൾ പേ കൂടുതലുള്ളവരുടെ ശമ്പള ഘടന മാറ്റേണ്ടി വരും. ഇത് പ്രൊവിഡൻറ്റ് ഫണ്ട്, PF, ദേശീയ പെൻഷൻ സംവിധാനം, NPS, ഗ്രാറ്റുവിറ്റി എന്നിവയുടെ വിഹിതം അത് വർദ്ധിപ്പിക്കുകയും തൽഫലമായിട്ട് പ്രതിമാസ കയ്യിൽ കിട്ടുന്ന ശമ്പളം കുറയുകയും ചെയ്യും. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റാനുള്ള ബില്ല് അംഗീകരിച്ച് കേന്ദ്ര സർക്കാർ. തൊഴിലുറപ്പ് പദ്ധതി ഇനി മുതൽ പൂജ്യ ബാപ്പു ഗ്രാമീൺ റോസ്ഗർ ഗ്യാരണ്ടി യോജന എന്ന പേരിൽ അറിയപ്പെടും. 100 തൊഴിൽ ദിനങ്ങൾ ഉണ്ടായിരുന്നത് 125 ദിവസമാക്കി വർദ്ധിപ്പിക്കുമെന്നും മിനിമം വേതനം 240 രൂപയായി ഉയർത്തുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. 2005 ഓഗസ്റ്റ് 25 പാർലമെന്റ് പാസ്സാക്കിയ യഥാർത്ഥ ബില്ലിന്റെ പേര് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം എന്നായിരുന്നു. പിന്നീട് 2009 മഹാത്മാഗാന്ധി എന്ന വാക്കുകൂടി ഇതിനൊപ്പം ചേർക്കുകയായിരുന്നു. 2005 തൊഴിലുറപ്പ് പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. ഗ്രാമീണ കുടുംബങ്ങളിലെ പ്രായപൂർത്തിയായ അംഗങ്ങൾക്ക് ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തെ തൊഴിൽ ദിനങ്ങൾ ഈ പദ്ധതി പ്രകാരം ലഭിക്കും. തൊഴിലില്ലായ്മ വേതനം, തുല്യ ജോലിക്ക് തുല്യ വേതനം, പ്രകൃതി വിഭവ സംരക്ഷണം, സ്ത്രീ ശാക്തീകരണം എന്നിവ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നമ്മുടെ സംസ്ഥാനത്ത് APL വിഭാഗത്തിലെ നീല വെള്ള റേഷൻ കാർഡിൽ BPL കാർഡിന് അർഹതയുള്ള വ്യക്തികൾക്ക് അതിലേക്ക് അപേക്ഷ വയ്ക്കാനുള്ള ഒരു അവസരം നവംബർ മാസം മുതൽ തന്നെ സർക്കാർ ഒരുക്കിയിരുന്നു. അതിൻ്റെ അപേക്ഷാ തീയതി ഈ 16-ാം തീയതി അവസാനിക്കുകയാണ്. ഇനി കേവലം 2 ദിവസങ്ങൾ കൂടി മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അപ്പോൾ അപേക്ഷ വയ്ക്കാൻ ഇനി ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതൊരു അവസാന അവസരമായിട്ട് കണ്ട് എത്രയും വേഗം തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. അർഹതയുള്ളവർക്ക് BPL റേഷൻ കാർഡ് നൽകുന്നതായിരിക്കും. APL റേഷൻ കാർഡ് നിലവിലുള്ളവർക്കാണ് ഈ ഒരു അവസരമുള്ളത്. അതിനുവേണ്ടി തന്നെ നമ്മൾ BPL റേഷൻ കാർഡിന് അർഹതയുണ്ട് എന്നുള്ള ഒരു സാക്ഷ്യപത്രം നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ സെക്രട്ടറി സാക്ഷ്യപ്പെടുത്തി നൽകുന്ന BPL സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടതായിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ കുടുംബ വാർഷിക വരുമാനം അത് തെളിയിക്കുന്ന വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ്, അതോടൊപ്പം തന്നെ കുടുംബത്തിലെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ രോഗങ്ങളുണ്ടെങ്കിൽ അത്തരം രോഗാവസ്ഥ ഉൾപ്പെടെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു മെഡിക്കൽ സാക്ഷ്യപത്രം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ മറ്റ് ആനുകൂല്യങ്ങളൊക്കെ തന്നെ ലഭിക്കുന്നവരാണ് എങ്കിൽ ആ ആനുകൂല്യങ്ങൾ അത് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അതിനുള്ള സാക്ഷ്യപത്രങ്ങളും സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മുൻഗണന തെളിയിക്കുന്ന ഈ രേഖകളെല്ലാം തന്നെ നമ്മൾ ഹാജരാക്കി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മാർക്കുകൾ ഇതുവഴി നേടാൻ സാധിക്കും. ഇത്തരത്തിൽ കൂടുതൽ മാർക്കുകൾ നേടുന്ന വ്യക്തികൾക്കാണ് ഇതിൽ മുൻഗണന നൽകിക്കൊണ്ട് ഇത്തരത്തിലുള്ള BPL റേഷൻ കാർഡ്, അതായത് പിങ്ക് റേഷൻ കാർഡിൻ്റെ ഒഴിവുകളിലേക്ക് അതനുസരിച്ച് വിതരണം ചെയ്യുക. അങ്ങനെ BPL റേഷൻ കാർഡ് അനുവദിച്ച മെസ്സേജുകൾ നമ്മുടെ ഫോണുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത മാസം മുതൽ തന്നെ പിന്നീട് നമുക്ക് ഈ BPL റേഷൻ കാർഡിൻ്റെ ആനുകൂല്യങ്ങളൊക്കെ തന്നെ അത് വാങ്ങാനായിട്ട് നമ്മൾ അർഹതയുള്ളവരായിട്ട് തീരുകയാണ്. ഇനി APL വിഭാഗത്തിലെ വെള്ള റേഷൻ കാർഡുകളൊക്കെ ആണെങ്കിൽ അവർക്ക് നീല റേഷൻ കാർഡിലേക്ക് മാറാനുള്ള അവസരം ഉണ്ടോ എന്ന് നിരവധി ആളുകൾ ചോദിച്ചിരുന്നു. അങ്ങനെ ഒരു അവസരം നിലവിൽ ഇപ്പോൾ ഒരുക്കി തരുന്നില്ല എന്നൊരു കാര്യം പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്തെ ക്ഷേമ പെൻഷന്റെ വിതരണം അത് ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. ഡിസംബർ 15-ാം തീയതി, ഇന്ന് തിങ്കളാഴ്ച മുതലാണ് വിതരണം ആരംഭിക്കുകയെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ധനവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇതിനാവശ്യമായിട്ടുള്ള തുക അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. 63 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് 2000 രൂപ വീതമുള്ള പെൻഷനായിരിക്കും ഇത്തരത്തിൽ എത്തിച്ചേരുക. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമോദി ബോർഡിലെ അംഗങ്ങൾക്ക് 1600 രൂപ വീതമുള്ള ഒരു പെൻഷൻ ഗഡു അത് കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ അവർക്ക് 2 ഗഡുക്കൾ അത് വിതരണം ചെയ്തിരുന്നു. ഇത് കൂടാതെയാണ് ഇപ്പോൾ അവരുടെ ഒരു ഗഡു കൂടി വിതരണം ചെയ്യുന്നത്. എങ്കിലും പിന്നീട് കുടിശ്ശിക ശേഷിക്കുകയാണ്. അതും വളരെ വേഗം തന്നെ നൽകുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും തന്നെ തീർച്ചയായിട്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. പെൻഷൻ വിതരണം ഇന്ന് ആരംഭിച്ച് ക്രിസ്തുമസിന് മുൻപായിട്ട് തന്നെ വിതരണം പൂർത്തിയാക്കുന്ന രീതിയിലാണ് വിതരണ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ക്രിസ്തുമസ് പുതുവത്സരമൊക്കെ തന്നെ പ്രമാണിച്ച് എല്ലാവരുടെയും കൈകളിലേക്കും അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കും ഈ തുക നേരത്തെ നൽകേണ്ടതായിട്ടുണ്ട്. പരമാവധി 24-ാം തീയതിയോടുകൂടി വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാർ ഇപ്പോൾ ക്രമീകരണങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത്. ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഇന്നലെ സ്വർണ്ണവിലയിൽ മാറ്റമില്ല.
വ്യാഴാഴ്ച സർവ്വകാല റെക്കോർഡിലെത്തിയ ശേഷം ശനിയാഴ്ച സ്വർണ്ണവിലയിൽ നേരിയ ഇടിവുണ്ടായിരുന്നു. പവന് 98,200 രൂപ എന്ന നിലയിലും ഗ്രാമിന് 12,275 രൂപ എന്ന നിലയിലുമാണ് ഇന്നലെ വിപണിയിൽ വ്യാപാരം പുരോഗമിച്ചത്. രാജ്യാന്തര വിപണിയിൽ ഡോളറിലാണ് സ്വർണ്ണ വ്യാപാരം പുരോഗമിക്കുന്നത്. അതിനാൽ തന്നെ ഡോളറുമായിട്ടുള്ള രൂപയുടെ വിനിമയ നിരക്കിലെ വ്യതിയാനം ഇറക്കുമതി ചെയ്യുന്ന സ്വർണത്തിൻ്റെ വിലയെ നേരിട്ട് ബാധിക്കുകയും പ്രാദേശിക വിപണിയിൽ വിലയിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും. സോ ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതോടൊപ്പം തന്നെ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. ഇതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.